ഹലോ കൂട്ടുകാരെ, നമ്മളിതാ പോകുന്നത് കായംകുളം അല്ല, മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കായംകുളത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ അടുത്തത് മാവേലിക്കര ആയതുകൊണ്ട് പിന്നെ നമ്മൾ മാവേലിക്കരയിലോട്ടാണ് പോയത്. അപ്പോൾ കുഞ്ഞാപ്പി അവിടെ എല്ലാം ഓടിച്ചാടി നടക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ പണി നടക്കുവാണ്, സ്റ്റേഷൻ്റെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് നമ്മൾ അവിടുന്ന് നമ്മുടെ ട്രെയിൻ വരുന്ന സ്ഥലത്തേക്ക് പോയി നിന്നിരുന്നേത്. അങ്ങനെ കുറേ നേരം നമ്മളവിടെ നിന്ന് ലേറ്റ് ആയിരുന്നു ഒരുപാട്. അപ്പോൾ എനിക്കൊന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ലേറ്റായിരുന്നു. അങ്ങനെ ലേറ്റായി ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ട്രെയിനൊക്കെ നമ്മൾ കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ പളനിയിൽ എത്തിയേക്കുകയാണ്. അപ്പോൾ നമ്മൾ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഹോട്ടലിലായിരുന്നു താമസിച്ചത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ചെന്നു. അതിന് നേരെ നമ്മൾ ആ താമസിക്കുന്ന റൂമിൻ്റെ മണ്ടയ്ക്കാണ് പളനി. നമുക്ക് അവിടെ നിന്ന് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമുക്ക് നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ റൂമിൻ്റെ അവിടേക്ക് ചെന്നേക്കുവാണ്. നമുക്ക് തരക്കേടില്ല എന്ന് പറയാം. അപ്പോൾ അതുകൂട്ട് വൃത്തിയും കാര്യമൊക്കെ ഉള്ള നല്ലൊരു റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ മുടി കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ആദ്യം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മുടി വെട്ടുന്നിടത്താണ് നമ്മൾ പോയത്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ചെന്നിട്ട് മുടി കുഞ്ഞാപ്പിയുടെയും വിഷുചേട്ടൻ്റെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ വേറെ സ്ഥലത്താണ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ കുഞ്ഞാപ്പി പിന്നെ എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ്, എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ പിന്നെ അതും കഴിഞ്ഞിട്ട് എൻ്റെ മുടി കൊടുക്കാനായിട്ട് പോയി. അങ്ങനെ എൻ്റെ മുടി മുറിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് നേരെ അവർ പിന്നെ ചന്ദനവും മറ്റേ മഞ്ഞളും ഒക്കെ ചേർത്ത കളഭം ഒക്കെ തരുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് മേടിച്ചില്ലായിരുന്നു. നമ്മൾ റൂമിൽ ചെന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് അത് തേക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ റൂമിൽ വന്ന് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ആ ചന്ദനമൊക്കെ നമ്മുടെ തലയിൽ തേച്ചിട്ട് പിന്നെ നമ്മൾ ഒരു ഹോട്ടലിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് പൂരിയും നമ്മുടെ കിഴങ്ങേറിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ മല കയറാനാണ് പോയത്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ വട്ടം നമ്മൾ പോയ സമയത്ത് നമുക്ക് ഫോണും ബാഗും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ ഇതവിടെ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ കാവടി എടുക്കുന്നവരിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ അമ്പലത്തിലേക്ക് കയറുന്നത്. പിന്നെ വേറൊരു അമ്പലത്തിലും കയറി. അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഫോൺ നമ്മൾ ഒരിടത്ത് പിന്നെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിലൊക്കെ കയറിയിട്ട് വന്ന് പിന്നെ തൊപ്പിയൊക്കെ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പം കുറച്ച് സാധനത്തിനൊക്കെ വില കൂടുതലുണ്ട്, എന്നാൽ ചില സാധനത്തിനൊന്നും വിലയില്ല. പിന്നെ നമ്മൾ കുറച്ച് അരവണയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അരവണയല്ല, പഞ്ചാമൃതം. അപ്പം അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് ട്രെയിൻ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവിടെ നിന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് അമ്പലത്തിലൊക്കെ കയറി നമുക്ക് നല്ല രീതിയിൽ തൊഴാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് നമ്മൾ ആ ട്രെയിൻ തന്നെയാണ് വരുന്നത്. അങ്ങനെ പിന്നെ ട്രെയിനിൽ വന്ന് അവിടെ ഇരുന്ന് പിന്നെ കുഞ്ഞാപ്പിയും ഞാനും ഒക്കെ ആയിട്ട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ ബൈ.